നമസ്കാരം. കോട്ടയം ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ലേറ്റ് അഡ്വക്കേറ്റ് തോമസ് രാജൻ ഒറ്റത്തൈക്കൽ, ലേറ്റ് എഞ്ചിനീയർ ഷാജി ഐസക് മലമേൽ വടക്കേടത്ത് എന്നിവരുടെ ദീപ്തമായ ഓർമ്മകൾക്കായി ഞങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് അഡ്വക്കേറ്റ് തോമസ് രാജൻ മെമ്മോറിയൽ ബ്രെയിനറി ആൻഡ് ദി ഐസക്സ് അക്കാഡമി. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബവിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഇടമാണ് കേട്ടില്ലേ കോട്ടയത്തൊരു ഫാമിലി ചാനൽ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ലൈവിൽ ഈ 2 ചാനലുകളിൽ നിന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ചില വ്യക്തികൾ ലേറ്റ് അഡ്വക്കേറ്റ് തോമസ് രാജനെ പരാമർശിച്ച് തോമസിൻ്റെ കേസുണ്ടോ എന്നും തുടർന്ന് സിവിൽ കേസ് വിധിക്രമം പറയാമോ എന്നും ചോദിക്കുകയുണ്ടായി. അറിയേണ്ടവർക്കായി വ്യക്തമാക്കുന്നു. 1. ഒരു സിവിൽ കേസിൻ്റെ വിവിധ ഘട്ടങ്ങളെ നിയമപരമായി പറയുന്നത് സിവിൽ നടപടിക്രമം, സിവിൽ പ്രൊസീജിയർ CPC എന്നാണ്. അല്ലാതെ നിങ്ങൾ ചോദിച്ചതുപോലെ വിധിക്രമം എന്നല്ല. കേസ് ഫയൽ ചെയ്യൽ, പ്ലെയിൻറ്റ്, സമൻസ്, പ്രതിവാദം, സാക്ഷി വിസ്താരം അഥവാ ട്രയൽ, അന്തിമവാദം എന്നിവയ്ക്ക് ശേഷമാണ് കോടതി വിധിന്യായം അഥവാ ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിക്കുന്നത്. 2. ഞങ്ങളുടേത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്, അല്ലാതെ ലൈവ് ചാറ്റുകളിൽ സൗജന്യമായി നിയമോപദേശം നൽകുന്ന കേന്ദ്രമല്ല. കേസുകൾ നടത്താൻ താൽപ്പര്യമുള്ളവർക്ക് യോഗ്യരായ അഭിഭാഷകരെ സമീപിക്കാം. ഒരു ജനകീയ അഭിഭാഷകൻ്റെ ഓർമ്മകളെയും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്കായി മൂത്ത മകളും മൂത്ത കൊച്ചുമകനും നടത്തുന്ന ചാനലിനെയും മറ്റാളുകളുടെ ലൈവുകളിൽ വന്ന് ഇത്തരത്തിൽ പരിഹസിക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇത്തരം വില കുറഞ്ഞ സൈബർ ആക്രമണങ്ങൾ കൊണ്ടോ പരിഹാസങ്ങൾ കൊണ്ടോ ഞങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. എന്നും കൂടെ നിൽക്കുന്ന പ്രിയ പ്രേക്ഷകർക്ക് നന്ദി.